നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ 1200 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ചിങ്ങമാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യം ഉണ്ടാകുമെങ്കിലും വേണ്ടത്ര ശോഭിക്കുകയില്ല. അങ്ങോട്ട് പിതാവിന്റെയോ പിതൃതുല്യരായ ആളുകളുടെയോ അഭാവത്തിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗതി ദൃശ്യമാണ്. യുവജനങ്ങളുടെയൊക്കെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നുണ്ട്. 1, 5, 7, 9, 17, 18 എന്നീ തീയതികൾ വളരെ ഗുണമുള്ള ദിവസങ്ങളാണ്. ഇത് മലയാള കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത്. കന്നിമാസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബാങ്കുകളിലോ മറ്റ് സർവീസ് സ്ഥാപനങ്ങളിലോ ജോലികളിൽ പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പൂർത്തിയാക്കാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് ഈ കന്നിമാസത്തില്. വിലപ്പെട്ട ഗൃഹോപകരണങ്ങളൊക്കെ അധീനതയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശാരീരികമായ സുഖത്തെക്കാളേറെ മാനസികമായ സുഖത്തിലേക്ക് ശ്രദ്ധ തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനലബ്ധിക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. കന്നിമാസത്തില് 1, 6, 7, 8, 10, 15, 16, 17, 22 എന്നീ തീയതികൾ ശോഭനമായിട്ട് കാണുന്നുണ്ട്. തുലാമാസത്തിലേക്ക് വരുമ്പോൾ വീഴ്ച, മുറിവ് എന്നിവയൊക്കെ വരാതെ ഒന്ന് സൂക്ഷിക്കണം. പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ഒരു സമയമാണിത്. വീട്ടുപകരണങ്ങളോ ആഭരണങ്ങളോ ഒക്കെ കൈമോശം വരാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കലാപ്രവർത്തനങ്ങളിലൊക്കെ വൻ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉന്നതരായ വ്യക്തികളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ നല്ലതായിട്ട് പോകുന്ന ഒരു സമയമാണ്. 2, 3, 8, 9, 17, 18, 20 എന്നീ തീയതികൾ വളരെ മേന്മേറിയതും ശോഭനമായും ഒക്കെ കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്. വൃശ്ചിക മാസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണിത്. മുൻപത്തെക്കാളും പണത്തിന്റെ ഞെരുക്കമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഒന്നിന് കരുതി വെച്ച പണമൊക്കെ മറ്റൊന്നിനായിട്ട് ചിലവഴിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. സിനിമയും സംഗീതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 1, 2, 3, 9, 11, 14, 17, 19 തീയതികൾ വളരെ ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ധനുമാസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അകാരണമായിട്ട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിട്ട് കാണപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കൊക്കെ ഈ ധനുമാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിൽ നിന്നൊക്കെ ഈ ധനുമാസം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. വാഹനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ധനുമാസത്തില്. 1, 4, 7, 9, 18, 20 എന്നീ തീയതികൾ വളരെ മേന്മയുള്ള ദിവസങ്ങളാണ്. മകരമാസത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പത്രലേഖനങ്ങളോ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണമോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മകരമാസത്തില്. പൂർവിക സ്വത്ത് അനുഭവ യോഗ്യമാകുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവുന്നതാണ്. കോടതിയുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉണ്ടായെന്ന് വരാം. പ്രേമം ഒക്കെ വിവാഹത്തില് കലാശിക്കുന്ന ഒരു സമയമാണ്. 1, 7, 9, 19, 21 എന്നീ തീയതികൾ വളരെ ഗുണം ഉള്ള ദിവസങ്ങളാണ്. കുംഭമാസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഭാര്യയെ പിരിഞ്ഞു നിൽക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ പിരിഞ്ഞു നിൽക്കേണ്ടതായിട്ടും കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ ആവശ്യപ്പെട്ട സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹ ആവശ്യത്തിന് പത്രപരസ്യങ്ങളെയും സോഷ്യൽ മീഡിയയിലുള്ള പരസ്യങ്ങളെയും ഒക്കെ ആശ്രയിക്കാൻ ഇടവരുന്നതായിട്ട് കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിക്കുന്നവർക്ക് കാര്യം സഫലമാകുന്നുണ്ട്. ആ സമയങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ കിട്ടുവാനും അല്ലെങ്കിൽ
ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അത് വിജയത്തിലേക്ക് കലാശിക്കാനും ഒക്കെയുള്ള ഒരു സമയമാണത്. വളരെ കാലങ്ങളായിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടുവാന് ഇടയുണ്ട്. 2, 4, 5, 15, 16, 20 എന്നീ തീയതികളിൽ വളരെ ഗുണമുള്ള തീയതികളായിട്ട് കാണുന്നുണ്ട് കുംഭമാസത്തിലെ. മീനമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പല പുണ്യക്ഷേത്രങ്ങളും സ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇടവരുന്നുണ്ട്. വീഴ്ച, ചതവ് എന്നിവ പറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് നടക്കുക. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. വീട് വിട്ട് താമസിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് തൊഴിലില്ലാതെ നടക്കുന്നവർക്കൊക്കെ ആഗ്രഹിച്ച തൊഴിലിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശത്തുള്ളവർക്ക് വിവാഹത്തിനായിട്ടൊക്കെയുള്ള ഒരു സമയമാണ്. അവർ നാട്ടിലേക്ക് എത്തി വിവാഹം കഴിക്കുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില കരാറുകളൊക്കെ ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാര് മീനമാസത്തില്. 2, 13, 14, 21, 24 തീയതികൾ വളരെ ശുഭമായിട്ട് കാണുന്നുണ്ട്. മേടമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കൃഷിയിൽ നിന്നും വൻ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാസാവസാനം ആരോഗ്യപരമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. വിരോധികള് കുടുംബത്ത് കലഹമുണ്ടാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഈ അപകീർത്തിയിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലരുത്. അത് വേണ്ട രീതിയിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്ത് അത് മുന്നോട്ട് പോവുക. മേടമാസത്തിൽ അപകീർത്തിയൊക്കെ കേൾക്കുന്നുണ്ട്. വിരുദ്ധരായ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയരായി പലപ്പോഴും ശരിയായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പ്രയാസമായെന്ന് വരാം. കാരണം മേടമാസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്ന് നിങ്ങളുടെ ബന്ധത്തില് വിള്ളല് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ നേതൃത്വം വഹിക്കുന്നുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന്റെ ആദ്യ പടിയിലേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട്. 1, 7, 9, 18, 26 തീയതികൾ ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തായിട്ട് ഇടവമാസത്തിലേക്ക് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിലോ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒക്കെ പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ്. വർക്ക്ഷോപ്പുകളോ മറ്റ് വ്യവസായ സംരംഭങ്ങളോ ആരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. എഴുത്തുകൾ എഴുതുമ്പോഴും രേഖകളിൽ ഒപ്പുവെക്കുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതെല്ലാം ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. 1, 7, 8, 9, 21, 23 തീയതികൾ വളരെ നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് മിഥുന മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഉന്നത വിദ്യയില് ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. പല പ്രശ്നങ്ങളും മധ്യസ്ഥ മുഖാന്തരം പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പലതരം സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളൊക്കെ ജനിക്കുന്നതുകൊണ്ട് ഗ്രഹം അതില് സന്തോഷം കണ്ടെത്തുകയും അതിൽ അനുഗ്രഹീതമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഗ്രഹം. മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ രൂപം കൊണ്ട് അവ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 6, 7, 8, 10, 11 തീയതികളിൽ ഗുണങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടക മാസത്തിലേക്ക് കടക്കുമ്പോൾ പുനർവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കോടതി വിധി അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണിത്. ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. സർക്കാരിൽ നിന്ന് ഒക്കെ സമ്മാന പദ്ധതികളുടെ കൂപ്പണുകളിൽ നിന്നൊക്കെ സമ്മാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോട്ടറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്ത്രങ്ങളുടെയോ ആഡംബര വസ്തുക്കളുടെയോ വ്യാപാരത്തിൽ ഒക്കെ നിങ്ങൾ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഇടപാടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ്സുകളിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നോക്കി സംസാരിച്ച് തീർക്കുക. 1, 8, 10, 17, 18 തീയതികൾ വളരെ നല്ല ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് തൃക്കേട്ട വേദമാണ്. അതുകൊണ്ട് തൃക്കേട്ടക്കാരുമായിട്ടുള്ള കൂടിയ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയുമാണ് 1200 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള അശ്വതി നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങള്. നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം വർദ്ധിക്കുവാനായിട്ട് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഫലം. പ്രാർത്ഥിക്കുന്നതിനായിട്ട് ശിവഭഗവാനെ തെരഞ്ഞെടുത്ത് ശിവഭഗവാനെ നന്നായി മനസ്സിൽ വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കഷ്ടതകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.